Good morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ ആദ്യം തന്നെ യു എസ് വിപണിയെ സംബന്ധിച്ച് ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് പോവുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നലെ യു എസ് വിപണിയിൽ അവധിയായിരുന്നു. എന്നിരുന്നാൽ പോലും ഏഷ്യൻ മേഖലകളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു ഫ്ലാറ്റ് ടോണിലാണ് കമ്മോഡിറ്റികൾ ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗോൾഡ് $2,369, ട്രോയ് ഔൺസ് $2,369 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഏഷ്യൻ വിപണികളിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ സ്വർണത്തിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നല്ല ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും സ്വർണത്തിൽ കാണാനിടയായി. സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് സ്വർണം ഒരു സൈഡ് വേസ് പാറ്റേണിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് $2,380 റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു $30 നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,290 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, ഒപ്പം തന്നെ ബ്രെൻഡ് ക്രൂഡിലേക്ക് എത്തുകയാണ്. ബ്രെൻഡ് ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ $87.17 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അഗൈൻ WTI ക്രൂഡ്. സോ WTI ക്രൂഡില് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $84. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ $1.5 മുതൽ $2 നേട്ടം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $80.50 ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് വ്യാപാരം തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ തന്നെ സാധിച്ചു. 24,401 എന്നൊരു നില വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ബുധനാഴ്ചത്തെ അതേ ട്രേഡിംഗ് പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് പിന്നീട് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കായിരുന്നു വിപണി എത്തിയിരുന്നത്. 24,302.15 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ സാധ്യതയുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് 8-10 സെഷൻസ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം നിഫ്റ്റി 50 നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ വാല്യുവേഷൻസ് ഓഫ് ദ നിഫ്റ്റി ഒരു അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് നമ്മൾ നിഫ്റ്റി 50യിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു കറക്ഷൻ ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടൊരു കറക്ഷൻ നടക്കുമെന്ന്. ബട്ട് സ്റ്റിൽ ഒരു 400 to 500 പോയിന്റ്സ് കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. സാറിനൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റിയുടെ ഏകദേശം അതേ പാറ്റേൺ തന്നെ ഇന്നലെ നിഫ്റ്റി ബാങ്കും ഫോളോ ചെയ്തിരുന്നത്. വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് 53,357.7 എന്ന ആ നിലവാരം തന്നെയായിരുന്നു ഒരു ഇൻട്രാഡേ ഹൈ ആയിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കായിരുന്നു നിഫ്റ്റി ബാങ്കും എത്തിയിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 53,103.7 എന്ന നിലയിലാണ്. 53,000 എന്നൊരു മാർക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ഇന്നലത്തെ വ്യാപാരത്തിൽ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 53,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 51,900 പോയിന്റ്. സോ കൈവശം ബാങ്കിങ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ. At this point of time, banking sector as a whole നോക്കുമ്പോഴേക്കും വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്കിൽ തന്നെയും ICICI ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ICICI ബാങ്ക് ആയിരുന്നു ഇന്നലെ നിഫ്റ്റി ബാങ്കിനെ ലീഡ് ചെയ്തിരുന്നത്. തുടക്കം മുതൽ ലീഡ് ചെയ്യുന്നത് ICICI ബാങ്ക് തന്നെ ആയിരുന്നു. 1,234.95 എന്ന നില വരെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ICICI ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ICICI ബാങ്കിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 1,270 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് നമുക്ക് 30 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,300 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്.
നിഫ്റ്റി ബാങ്കിൽ തന്നെ HDFC ബാങ്കിലേക്കാണ് താങ്കൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നലെ ഒരുപക്ഷെ ഏറ്റവും അധികം നിഫ്റ്റി ബാങ്കിനെയും നിഫ്റ്റിനെയും കംപ്ലീറ്റ് ആയിട്ട് ലാഗ് ചെയ്തിരുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് HDFC ബാങ്ക് തന്നെയായിരുന്നു. കമ്പനിയുടെ ഇന്നലത്തെ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ പൊതുവെ ഒരു വീക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടൊരു ക്വാർട്ടർ ആയിരിക്കും ഈ ജൂൺ പാദം എന്നാണ് കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന അപ്ഡേറ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇയർ ഓൺ ഇയർ നമ്പേഴ്സൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഓഹരിയിലേക്ക് തിരികെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ 2% ഇടിഞ്ഞ് 1728 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ്സ് ഇന്നത്തെ വ്യാപാരത്തിൽ HDFC ബാങ്കിന് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനൊരു സാധ്യതയുണ്ടോ? ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ HDFC ബാങ്കിന്റെ കേസ് നോക്കുമ്പോഴേക്ക് ഏറ്റവും നല്ലൊരു നേട്ടം തന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക് കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടെ. ആൻഡ് കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. നമുക്ക് HDFC ബാങ്കിന്റെ കേസിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത 2-3 സെഷൻസിൽ നമുക്ക് പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നില്ല. ബട്ട് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ലെവലിൽ നിന്നും 50 മുതൽ 80 രൂപയുടെ കറക്ഷൻ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. സർ, ഒപ്പം തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും ഒരു അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിൽ 44.93 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഓഹരിയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ, പ്രത്യേകിച്ചും ഒരു ജൂൺ 19 ശേഷം ഇങ്ങോട്ട് വലിയ തോതിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട ഓഹരി കൂടിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 39 രൂപ 50 പൈസ ലെവൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലൊരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 50 രൂപ 50 പൈസയുടെ മുകളിൽ ഈ ഷെയർ ക്ലോസ് ചെയ്യണം. ബട്ട് എൻ്റെ ഇടയ്ക്ക് ഉജ്ജീവനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒരു ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 683 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 702ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലേക്കാണ് താങ്കളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് മെസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റിച്ച് ഈ 3 ഓഹരികളുടെ ഇന്നലത്തെ ഒരു പ്രകടനം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർവ്വകാല ഉയരം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഈ ഓഹരികളെല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മെസഗോൺ ഡോക്കിലേക്ക് എത്തുകയാണെങ്കിൽ 20% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഗാർഡൻ റീച്ചും 8% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് 10% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുള്ള താങ്കളുടെ ഒരു പൊതുവെയുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഈ 3 ഓഹരികളിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? 3 സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അതിന്റെ അണ്ടർടോൺ വളരെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ 3 സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് നമ്മുടെ കൈവശം ഇല്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഈ ഷെയർസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇന്നലെ ഇറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ് ഇത്രയും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ്. സോ ഇന്നും അല്ലെങ്കിൽ അടുത്ത 2 സെഷൻസിലും നമുക്ക് ഇതേപോലെ ഒരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഓരോ ദിവസത്തെ ലോവസ്റ്റ് ലെവലിന്റെ തൊട്ട് പിന്നാലെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത്. അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മൂവ്മെന്റിലും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും.
സർ, ഒപ്പം തന്നെ ഓട്ടോ സെഗ്മെന്റിൽ നിന്നുള്ള ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ടും അവരുടെ കഴിഞ്ഞ ദിവസം അവരുടെ സെയിൽസിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെയിൽസ് വന്നപ്പോൾ ഒരു നേരിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ വളരെ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 2.25% നേട്ടത്തിൽ 998.2 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സ് ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ ട്രെൻഡിങ് സൈഡ് വേസ് ആൻഡ് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ വീണ്ടും ഒരു ചെറിയ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1015 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തത് 1030, 1045 ആൻഡ് 1045ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായി സന്തോഷ് എന്ന പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാൾ, പ്രത്യേകിച്ച് ഒരു മെയ് മാസം മുതൽ ഒരു സൈഡ് വേസ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഓഹരി കൂടിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സൗത്ത് ബാങ്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് സൈഡ് വേസ്. ഒരു ബൈയിങ് അവസരവും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നത് ഇതിന്റെ കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 28 രൂപ 25 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 29 രൂപ 25 പൈസ. അതിനുശേഷം 31 രൂപയിലായിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് ലെവൽസ്. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ MMTCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഫ്ലാറ്റായി 85.79 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. MMTCയിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? MMTCയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 കാര്യങ്ങൾ. ഈ കമ്പനിക്ക് കാര്യമായിട്ട് ഒരു മികച്ച ഫൈനാൻഷ്യൽസും ഇല്ല. ഇതിൽ പ്യോർ സ്പെക്കുലേഷൻ, പ്യോർ ട്രേഡിംഗ് മാത്രം നടന്നുകൊണ്ട് വരുന്ന ഒരു സ്റ്റോക്ക് ആയത്. രണ്ടാമത്തത്, ദിസ് ഇസ് എ ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ബട്ട് എങ്കിലും ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് 90 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8 മുതൽ 9% നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 350.85 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിന്നിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോഫിൻ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ട് ട്രേഡിംഗ് നടന്നു വരുന്നു. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 370 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 320 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത് സൊമാറ്റോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. സൊമാറ്റോ ഇന്നലെ 0.5% ഇടിഞ്ഞ് 207.44 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സൊമാറ്റോ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 2 സെഷൻസിൽ ഇത് അതിന്റെ ഒരു റെക്കോർഡ് ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 198 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 212 രൂപ. അതിനുശേഷം 220, 230. പ്രണവ് എന്ന പ്രേക്ഷകൻ ജുബീലിയൻ ഫുഡ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിഞ്ഞ് 567.1 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
സോ ജുബിലന്റ് ഫുഡ് വർക്ക്സ് നോക്കുമ്പോഴേക്കും ഏപ്രിലായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ അറൌണ്ട് 420 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ നടന്നു വന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഇതിനൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണിലോട്ട് എത്തിയിട്ടുണ്ട്. 580 മുതൽ 595 വരെ ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു സ്റ്റേജിൽ ഇരിക്കാനായിട്ട്. 560 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. ഷാജി എന്ന പ്രേക്ഷകൻ ജയ്പ്രകാശ് അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ജയ്പ്രകാശ് അസോസിയേറ്റ്സ്. ഇന്നലെ 5% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. JP അസോസിയേറ്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ JP അസോസിയേറ്റ്സിന്റെയും വീണ്ടും അതിന്റെ ഒരു ഫൈനാൻഷ്യൽസ് വളരെ മോശമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്യുവർ ട്രേഡിംഗ് വേണ്ടി നമ്മൾ ഈ സ്റ്റോക്കിൽ ഒത്തിരി ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ജോസഫ് ജോർജ് ചോദിച്ചിരിക്കുന്നത് സൈൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. സൈൻ ലിമിറ്റഡ് ഇന്നലെ 0.16% ഇടിവിൽ 1827.9 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൈൻ ലിമിറ്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സൈൻ ലിമിറ്റഡ് ജൂൺ 4 ആയിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത്. അറൌണ്ട് 1670 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ഇതിന്റെ ഒരു അല്പം ബുള്ളിഷ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നില്ല ദാറ്റ് ഇതിലൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് നടക്കുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1790 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണണമെങ്കിൽ 1970 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സീന എന്ന പ്രേക്ഷക ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റായി 181.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫെഡറൽ ബാങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഫെഡറൽ ബാങ്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത് ഇറ്റ് ഇസ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. ഫെഡറൽ ബാങ്കിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ 4 ക്വാർട്ടേഴ്സിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്തെന്നാൽ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ദിവസം ക്വാർട്ടർലി റിസൾട്ട് വളരെ മികച്ചതാണെങ്കിൽ പോലും ഈ സ്റ്റോക്ക് കനത്ത സെല്ലിംഗ് നേരിടാറുണ്ട്. സോ അതിനെ തുടർന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർലി റിസൾട്ട് എന്നാ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന അതേ ദിവസം ഏർലി മോർണിംഗ് ട്രേഡിൽ തന്നെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസത്തെ ട്രേഡിങ്ങിൽ തന്നെ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻ ഇതിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 175 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് PVR ഐനോക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. PVR ഐനോക്സ് ഇന്നലെ ഒരു 0.5% നേട്ടത്തിൽ 1466.85 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. PVR ഐനോക്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ PVR ഐനോക്സ് അഗെയിൻ ജൂൺ 4 ആയിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത് 1205 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു നല്ലൊരു ബൈയിങ് സെറ്റപ്പും ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് മുതലുള്ള അടുത്ത 3 സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് പ്യോർലി ട്രേഡിംഗ് ഒരു സ്റ്റോക്കായിട്ട് തന്നെ കരുതണം. 1500 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1420 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 1500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1550, അതിനെ തുടർന്ന് 1600 രൂപ. ഒന്നിലധികം പ്രേക്ഷകർ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 121.69 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. PNBയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ PNB ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഒരല്പം ബെയറിഷ്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ കാണണമെങ്കിൽ 130 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സോ അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. 130 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടട്ടെ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 108 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ IREDAയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിവിൽ 221 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും പുതിയൊരു ഓൾ ടൈം ഹൈ നിലവാരമായ 228.48 എന്നൊരു നിലയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. IREDAയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IREDA ക്ലോസ് ചെയ്തിരിക്കുന്ന ഇറ്റ് ഇസ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ് ഈവൻ ദോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 200 മുതൽ 210. ആ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. സജോ എന്ന പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? തൻല പ്ലാറ്റ്ഫോം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 1010 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ് ടു ഹാപ്പൻ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ചോദിച്ചിരിക്കുന്നത് JP പവറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. JP പവർ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3% ഇടിവിലായിരുന്നു. JP പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ് ലിമിറ്റഡ്. ഓക്കെ, ജയപ്രകാശ് പവർ JP അസോസിയേറ്റ്സിനെ പോലെ തന്നെ ഒത്തിരി സ്പെക്കുലേഷൻ നടക്കുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഇതിന് കാര്യമായിട്ട് മികച്ച ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെയില്ല. ഇത്തരം സ്റ്റോക്സിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 18 രൂപയിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അശ്വിൻ എന്ന പ്രേക്ഷകൻ ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിങ്സ് ആൻഡ് അസംബിൾസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 1042 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് ഇത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഓട്ടോമോട്ടീവ് ആക്സിൽസ് ആണോ ചോദിച്ചത്? ലിമിറ്റഡ് ASAL. സർ, ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിങ്സ് ആൻഡ് അസംബിൾസ് ലിമിറ്റഡ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ അനില പറഞ്ഞ വളരെ ശരിയാണ്. ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇത് ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1100, അതിനെ തുടർന്ന് 1140 രൂപ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഓൾസോ മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് 985 രൂപയിൽ. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്സിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. രാഹുൽ എന്ന പ്രേക്ഷകൻ ഇൻഡിഗോ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിഗോ ഏവിയേഷനിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 4355 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 4500, അതിനെ തുടർന്ന് 4625 രൂപയിൽ. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് 4100 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RVNL-ലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? RVNL അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല.
ബട്ട് ഈ കറണ്ട് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 395 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ജിൻഡാൽ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 0.5% നേട്ടത്തിൽ ആയിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിൻഡാൽ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജിൻഡാൽ സ്റ്റീൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ലോങ് ടേം ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ ഒരു അല്പം കൺസോൾട്ടേഷൻ നമുക്ക് കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1010 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് 1080 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. പ്രദീപ് സാർ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. വീണ്ടും പ്രദീപ് സാർ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.